വന്നിപ്പോൾ പി ടി എക്കാർക്ക് ഒരു യൂണിഫോം വരേണ്ട അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു ഞങ്ങളുടെ ഡ്രസ് കോഡായിട്ട് വന്നിരുന്ന മെറ്റീരിയലും. സാരി വേണ്ടവർക്ക് സാരി ആയിട്ട് കൊടുക്കാം, അല്ലാത്തവർക്ക് വെട്ടിച്ചുരുക്കി എന്ത് വേണമെങ്കിൽ കൊടുക്കാം. സംഭവം ഇതായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അമ്പർല ചുരിദാറാണ് തയ്ക്കാൻ തീരുമാനിച്ചത്. എനിക്കതാണ് ഇഷ്ടം. ഞാൻ സ്ലിറ്റ് ഉള്ളത് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നു. പിന്നെ ഒരു കാര്യം, ഈ ഒരു സംഭവവികാസങ്ങളൊക്കെ നടന്നിട്ട് ഏകദേശം ഒരു 2 മാസത്തിന് മേളിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എന്താ ഇതും പൊക്കി പിടിച്ച് വന്നതെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യായിരുന്നപ്പോൾ എനിക്കൊരു 8ൻ്റെ പണി കിട്ടി. സംഭവം എന്താ വെച്ചത് ഇതാണ്. ഈ ഒരു മെഷീനിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നതും. സൂചിയുടെ മോനെ പോയി വേറൊരെണ്ണം വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് ഇട്ട് ചെയ്യണ പരിപാടികൾ എൻ്റെ കയ്യിലിരിക്കുന്നതും. പിന്നെ ബായത്തിന് ആ ലേസ് ഉള്ളായിരുന്നു, ഞാൻ ആ വൃത്തികേട് അങ്ങോട്ട് മാറിക്കിട്ടി. ഇതായിരുന്നിട്ട് ഫൈനൽ ഔട്ട്ലുക്കായിട്ട് വന്നിരുന്നതും. എനിക്ക് അത്ര വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നത് ഇപ്പോൾ കളറായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബെസ്റ്റ് പി ടി എക്കുള്ള ട്രോഫി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ യൂണിഫോം തയ്ച്ചത്. പിന്നെ കയ്യിലെ ലേസൊക്കെ പിന്നീട് പിടിപ്പിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് മറക്കണം.